ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കലാത്തിയ പ്ലാന്റ് ആണ്. അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് കാണിച്ചു തരാനും അതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡിനെ പറ്റിയിട്ടൊക്കെ പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പണ്ട് മുതലേ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നൊരു ടൈപ്പ് കലാത്തിയാണ്. ഇത് കലാത്തിയ സെബ്രിയ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ഇതിൻ്റെ കളറൊക്കെ തന്നെ വളരെ വെറൈറ്റിയാണ്. നല്ലൊരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രീന് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. നമുക്ക് ലീഫൊക്കെ തൊടുമ്പോഴായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലീവ്സാണ് ഇതിനുള്ളത്. അടുത്തതായിട്ട് കലാത്തിയ പിൻട്രസ്റ്റ് ആണ്. കലാത്തിയ ഓർബിറ്റേറ്റ എന്നും ഇതിനൊരു പേരുണ്ട്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഈ ഒരു വൈറ്റ് സ്ട്രൈപ്സിൻ്റെ കൂടെ തന്നെ നല്ലൊരു പിങ്ക് കളർ കാണാം. നമ്മൾ വെക്കുന്ന ഷെയ്ഡിനനുസരിച്ചാണ് ഈ പിങ്ക് കളർ നമുക്ക് കിട്ടുന്നത്. ഒരു ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റിൽ വെക്കേണ്ട ഒരു ചെടിയാണ് ഈ കലാത്തിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വെയിലത്ത് വെച്ചാലുള്ള ഇതിൻ്റെ പിങ്ക് കളർ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നല്ല വെയിലത്തോ അതുപോലെ തന്നെ ഷെയ്ഡില്ലാത്ത ഏരിയയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു വൈറ്റ് സ്ട്രൈപ്പ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നീണ്ട ലീഫുകളാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റിനുള്ളത്. ഇതിൻ്റെ ബാക്ക് വശം നോക്കിയാൽ അറിയാം, ഒരു ലാവൻഡർ, ഡാർക്ക് ലാവൻഡർ, ഒരു ഗ്രേപ്പ് കളറിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഒട്ടുമിക്ക കലാത്തിയ പ്ലാന്റിൻ്റെയും അടിഭാഗം ഈ ഒരു കളറിൽ തന്നെയാണ് വരുന്നത്. ഇത് കലാത്തിയ പ്ലാന്റ് വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിലൊരു വൈറ്റ് പൂക്കൾ ഉണ്ടാവാറുണ്ട്. പൂ ഉണ്ടാകുന്ന ഭാഗത്തുനിന്ന് നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മളിപ്പം പോട്ടിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മുറ്റത്തോ അല്ലെങ്കിൽ പോട്ടിലൊക്കെ ആയിട്ട് കലാത്തിയ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ കാണിച്ച കലാത്തിയ പിൻട്രസ്റ്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. നല്ല ചെറുതായിട്ടുള്ള ലീഫുകളാണ് ഇതിലുള്ളത്. നമ്മളൊരു ചെറിയ പോട്ടിലായിരുന്നു വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ ഈ ലീഫിൻ്റെ ആ ഒരു കളറ് നമുക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കലാത്തിയ മരാന്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പാണ്. നേരത്തെ നമ്മൾ കലാത്തിയ സെബ്രിയ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഓപ്പോസിറ്റാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഡാർക്ക് ഗ്രീൻ ലീഫ് വരുന്ന സ്ഥലത്ത് ഇതിൽ ലൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിൻ്റെ സ്ഥലത്ത് ഡാർക്കും വരുന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ബുഷി ആയിട്ടാണ് വരുന്നത്. ഒരു തണ്ടിൽ നിന്ന് തന്നെ ഒരുപാട് ലീഫുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1-2 പോട്ടിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചീഞ്ഞു പോകുന്നൊരു വിഭാഗത്തിലുള്ളൊരു കലാത്തിയ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കണം. ഒരുപാട് വെള്ളത്തിലോ അതുപോലെ തന്നെ മഴയുള്ള സമയത്തൊക്കെ ചെടി അകത്തേക്ക് എടുത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കലാത്തിയൻ്റെ വേറൊരു ടൈപ്പാണ്. ഈ ഒരു ടൈപ്പിൽ തന്നെ പല വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ലൊരു ഗ്രീൻ ലീഫിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു പിങ്ക് വെറൈറ്റി ഉണ്ട്. കലാത്തിയ ധോത്തി എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മളടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ അത് നശിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ വെറൈറ്റി മാത്രമാണ് നമ്മളടുത്ത് ഈ ഒരു കലാത്തിയയിൽ വരുന്നത്. ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയാണ്. ഇത് നമുക്കൊരു ഒരു വൈറ്റ് അതുപോലെ തന്നെ ലാവൻഡർ കളറിലുള്ളൊരു പൂവ് ഇതിലുണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് പൂവില്ല. അപ്പോൾ പൂ വരുന്ന സമയത്ത് നമ്മളത് നുള്ളി കൊടുക്കണം. എന്നാലും ഉള്ളി ഒരു ചെടി നല്ല ബൾക്കായിട്ട് ഇതുപോലെ ഉണ്ടായി വരുള്ളൂ. കുറച്ച് പരന്ന് വളരുന്നൊരു ചെടിയാണ്. കൂടുതൽ വലുതായി പോകുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇതുപോലെ നിലത്തൊക്കെ പടർന്ന് കയറുന്നൊരു ചെടി പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കലാത്തിയേൻ്റെ വേറൊരു വിഭാഗമാണ്. അത്യാവശ്യം നല്ല കട്ടി ലീഫുകളൊക്കെയാണ് ഈ ഒരു ചെടിക്കുള്ളത്. ഇത് കലാത്തിയേൻ്റെ മറ്റൊരു ടൈപ്പാണ്. കലാത്തിയ സെൻറ്റീന എന്നാണ് ഈ ഒരു ചെടിയുടെ പേര്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഒരു നല്ല നീണ്ട ലീഫായിട്ട് ഒരു ആഷ് കളർ ടച്ച് വരുന്നൊരു ചെടിയാണ് കലാത്തിയ. ഒരു ആഷിനും കൂടി ഈ ഒരു ചെടിക്ക് പേരുണ്ട്. അപ്പോൾ ഇത്രയും വെറൈറ്റിയാണ് നമുക്ക് കലാത്തിയ പ്ലാന്റ്സിൽ ഉള്ളത്. അപ്പോൾ കലാത്തിയ പ്ലാന്റിൻ്റെ ഒരു മെയിനായിട്ടുള്ള കെയർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓവറായിട്ടുള്ള വെയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടികൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകും. അതുപോലെ തന്നെ മഴക്കാലത്ത് ഒരുപാട് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്ക് വെയിൽ കിട്ടുമ്പോൾ അത് കൊള്ളിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയണമെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം 1-1.5 ഇടവിട്ടിട്ടൊക്കെ വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് നോക്കാം നമുക്ക്. മണ്ണും മണലും അതുപോലെ തന്നെ ഗാർഡനിങ് സോയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു മിശ്രിതമാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഫെർട്ടിലൈസർ എന്ന നിലക്ക് നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചാണകവെള്ളം സ്പ്രേ ചെയ്തിട്ട് ചെടികളുടെ മൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം ചാണകപ്പൊടി ചേർത്തിട്ടുള്ളൊരു മണ്ണാണ് ഈ ഒരു ചെടിയുടെ മൂട്ടിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വെയിൽ കിട്ടിയ ദിവസം നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് വെയിൽ കൊള്ളിക്കും. അതുപോലെ തന്നെ ചെറുതായിട്ട് വളപ്രയോഗം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് വിടാൻ ശ്രദ്ധിക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ പുതുതായിട്ടുള്ള തൈകൾ നമുക്ക് ചെടിച്ചട്ടിയിലുണ്ടാവുള്ളൂ. തൈ ഉണ്ടാകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ റീപോർട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കുക. ഇത്രയൊക്കെയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പോട്ട് നോക്കിയാൽ അറിയാം ചെറിയ ചെറിയ തൈകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ റീപോർട്ട് ചെയ്തിട്ട് തൈകളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കലാത്തിയ പ്ലാന്റിൻ്റെ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ മഴക്കാറുള്ള സമയത്തൊക്കെ ഇങ്ങനെ പ്ലാന്റിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ കലാത്തിയ പ്ലാന്റിൻ്റെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.